വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള ഹവ്വ ബീച്ചിൻ്റെയും അതിൻ്റെ അപ്പുറത്ത് കാണുന്ന സീ റോക്ക് ബീച്ചിൻ്റെയും വ്യൂ ആണ് ഇത്. ഇതാണ് ലൈറ്റ് ഹൗസ് ബീച്ച് അഥവാ ഹവ്വ ബീച്ച് അഥവാ ഈവ് ബീച്ച് എന്ന് വിളിക്കപ്പെടുന്ന ബീച്ച്. ഇത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഇന്നൊരു സംഭാഷണം കേൾക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കോവളത്തേക്കുള്ള ബസ് എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു ചോദ്യമായി ആ സംഭാഷണം തുടങ്ങുകയാണ്. ഇതിലൂടെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും കോവളത്തേക്കുള്ള യഥാർത്ഥ റൂട്ട് മനസ്സിലാക്കുവാനും അവിടേക്ക് പോകുന്ന ബസ്സുകളെപ്പറ്റി കൂടുതൽ അറിയുവാനും കോവളം എന്ന പ്രദേശത്തെപ്പറ്റി തന്നെ വളരെയധികം മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ തന്നിട്ടുള്ള സംഭാഷണത്തിൽ ചേർത്തിട്ടുള്ള കുറേ ഇംഗ്ലീഷ് വാക്കുകളാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. ഇതറിഞ്ഞാൽ സംഭാഷണം കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബോർഡ് എന്ന വാക്കിനർത്ഥം വിമാനം, കപ്പൽ, ട്രെയിൻ, മറ്റ് വാഹനങ്ങൾ എന്നിവയിൽ കയറുന്നതിന് ബോർഡ് എന്ന് പറയുന്നു. കയറൽ എന്നതിന് ബോർഡിംഗ് എന്ന് പറയും. മീഡിയം വെഹിക്കിൾസിൽ, അതായത് ജീപ്പ്, കാറ്, വാൻ ഇതുപോലുള്ള വണ്ടികളിലൊക്കെ കയറുന്നതിന് ഗെറ്റിൻ എന്നും, വലിയ വണ്ടികളിൽ കയറുന്നതിന്, അതായത് ട്രെയിൻ, ബസ് പോലുള്ള വാഹനങ്ങൾ കയറുന്നതിന് ഗെറ്റ് ഓൺ എന്നും പറയും. ഡിസിംബാർക്ക്, എലൈറ്റ് എന്നീ വാക്കുകൾക്ക് വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുക എന്നാണ് അർത്ഥം. സർട്ടൻലി തീർച്ചയായും, പ്ലെൻറ്റി ഓഫ് ധാരാളം, അപ്രോക്സിമേറ്റ്ലി ഏകദേശം, പ്രോക്സിമിറ്റി സാമീപ്യം, സൈറ്റ് സീയിങ് കാഴ്ച കാണൽ, ആക്സസിബിൾ സമീപിക്കാവുന്നത്, സീനിക് ബ്യൂട്ടി പ്രകൃതി ഭംഗി, ഇൻ ഓർഡർ ടു വേണ്ടി, ഈവ് തലേന്ന്. ഇവിടെ കോവളത്ത് ഈവ് ബീച്ച് എന്ന് പേരുള്ളൊരു ബീച്ചുണ്ട്. അതിന് ഹവ്വ ബീച്ച് എന്നും ലൈറ്റ് ഹൗസ് ബീച്ച് എന്നും പറയാറുണ്ട്. ഈവ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തലേന്ന് എന്ന അർത്ഥമുണ്ട്. കൂടാതെ ആദമിൻ്റെ ഭാര്യയായ ഹവ്വയ്ക്കും ഇംഗ്ലീഷിൽ ഈവ് എന്നാണ് പറയാറുള്ളത്. കറണ്ടിലി, നിലവിൽ. ഇനി നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇവിടെ തന്നിട്ടുള്ള സംഭാഷണങ്ങൾ എ, ബി എന്നീ രണ്ട് വ്യക്തികൾ നടത്തുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. ഇതിൽ എ എന്ന് പറയുന്നത് ടൂറിസ്റ്റും ബി എന്ന് പറയുന്നത് അഹമ്മദ് കബീർ എന്ന ഈ ഞാനുമാണ്. ഇനി സാധാരണ നമ്മളൊരു സംഭാഷണം തുടങ്ങുമ്പോൾ തുടങ്ങുന്ന ആൾ എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും സംഭാഷണം തുടങ്ങുക. അപ്പോൾ ഇവിടെ എ, എക്സ്ക്യൂസ് മീ, വേർ ക്യാൻ വി ക്യാച്ച് എ ബസ് ടു കോവളം ബീച്ച്? കോവളം ബീച്ചിലേക്ക് പോകുവാനുള്ളൊരു ബസ് ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? ബി, യു വിൽ നോട്ട് ഫൈൻഡ് എ ഡയറക്റ്റ് ബസ് ഫ്രം ഹിയർ ടു കോവളം ബീച്ച്. ഇൻസ്റ്റഡ് യു ക്യാൻ ക്യാച്ച് എ ബസ് ദാറ്റ് സ്റ്റോപ്സ് അറ്റ് കോവളം ജംഗ്ഷൻ. അപ്പോൾ ബി പറയുന്നത് യു വിൽ നോട്ട് ഫൈൻഡ് എ ഡയറക്റ്റ് ബസ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ടുള്ളൊരു ബസ് ലഭിക്കുകയില്ല ടു കോവളം ബീച്ച്, കോവളം ബീച്ചിലേക്ക്. ഇൻസ്റ്റഡ് പകരം യു ക്യാൻ ക്യാച്ച് എ ബസ് ദാറ്റ് സ്റ്റോപ്സ് അറ്റ് കോവളം ജംഗ്ഷൻ. കോവളം ജംഗ്ഷനിൽ നിർത്തുന്ന ഒരു ബസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുവാനിടയുണ്ട് എന്നാണ്. അപ്പോൾ അതിന് കാരണം കോവളം ജംഗ്ഷനും കോവളം ബീച്ചും തമ്മിൽ 2 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. കോവളം ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ബസ്സുകളും കോവളം ബീച്ചിലേക്ക് പോവുകയില്ല. അപ്പോൾ എ ചോദിക്കുന്നു, ദെൻ വേർ ക്യാൻ വി ക്യാച്ച് എ ഡയറക്റ്റ് ബസ് ടു കോവളം ബീച്ച്? അങ്ങനെയാണെങ്കിൽ കോവളം ബീച്ചിലേക്ക് നേരിട്ട് പോകുന്ന ഒരു ബസ് ഞങ്ങൾക്ക് എവിടെ നിന്ന് പിടിക്കുവാൻ കഴിയും? അപ്പോൾ ബി പറയുന്നു, ടു റീച്ച് കോവളം ബീച്ച് ബൈ ബസ് യു ക്യാൻ either board any bus passing through കോവളം ജംഗ്ഷൻ and disembark at East Fort, which is just 1 kilometer away from here, or stay on the same bus until you reach കോവളം ജംഗ്ഷൻ and disembark there. എന്ന് വെച്ചാൽ ടു റീച്ച് കോവളം ബീച്ച് ബൈ ബസ്, കോവളം ബീച്ചിലേക്ക് ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ either board any bus passing through കോവളം ജംഗ്ഷൻ, ഒന്നുകിൽ നിങ്ങൾ കോവളം ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന ഏതെങ്കിലും ബസ്സിൽ കയറണം. ആൻഡ് ഡിസംബാർക്ക് അറ്റ് ഈസ്റ്റ് ഫോർട്ട് വിച്ച് ഈസ് ജസ്റ്റ് 1 കിലോമീറ്റർ അവേ ഫ്രം ഹിയർ. എന്നിട്ട് ഇവിടെ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈസ്റ്റ് ഫോർട്ടിൽ ഇറങ്ങണം.
അല്ലെങ്കിൽ സ്റ്റേ ഓൺ ദ സെയിം ബസ്, അല്ലെങ്കിൽ അതേ ബസ്സിൽ തന്നെ നിങ്ങൾ തുടരണം അൻറ്റിൽ യു റീച്ച് കോവളം ജംഗ്ഷൻ, നിങ്ങൾ കോവളം ജംഗ്ഷൻ എത്തുന്നത് വരെ. ആൻഡ് ഡിസംബാർക്ക് ദെയർ, എന്നിട്ട് നിങ്ങൾ അവിടെ ഇറങ്ങണം. ബി എന്ന വ്യക്തി വീണ്ടും പറയുകയാണ്, ദ റീസൺ വൈ ഐ ആം ഇൻസിസ്റ്റിംഗ് ടു ക്യാച്ച് എ ബസ് ഗോയിങ് വയ കോവലം ജംഗ്ഷൻ ബിക്കോസ് ദിസ് ബസ് സ്റ്റോപ്സ് അറ്റ് ഈസ്റ്റ് ഫോർട്ട് ഫ്രം വെയർ ദ കോവലം ബീച്ച് ബസ് സ്റ്റാർട്ട്സ്. Other buses that go to East Fort will not go to this stop, but stop much earlier to this stop. The reason why I am insisting to catch a bus going via കോവലം ജംഗ്ഷൻ, കോവളം ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന ഒരു ബസ്സിൽ നിങ്ങൾ കയറണമെന്ന് ഞാൻ ബലപ്പിച്ച് പറയുവാൻ കാരണം, ബിക്കോസ് ദിസ് ബസ് സ്റ്റോപ്സ് അറ്റ് ഈസ്റ്റ് ഫോർട്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ പറയുന്ന ബസ് ഈസ്റ്റ് ഫോർട്ടിൽ നിർത്തും. എവിടെ നിർത്തും? ഫ്രം വെയർ ദ കോവളം ബീച്ച് ബസ് സ്റ്റാർട്ട്സ്, എവിടെ നിന്നാണോ കോവളം ബീച്ചിലേക്കുള്ള ബസ് പുറപ്പെടുന്നത് ആ സ്റ്റോപ്പിൽ കോവളം ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന ഈ ബസ് നിർത്തും. അതർ ബസ്സസ് ദാറ്റ് ഗോ ടു ഈസ്റ്റ് ഫോർട്ട് വിൽ നോട്ട് ഗോ ടു ദി സ്റ്റോപ്പ്. ഒത്തിരി ബസ്സുകൾ ഇവിടെ നിന്ന് ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോകുന്നതുണ്ട്, പക്ഷെ അതൊന്നും തന്നെ ഈ സ്റ്റോപ്പിൽ പോവുകയില്ല. ബട്ട് സ്റ്റോപ്പ് മച്ച് ഏർലിയർ ടു ദി സ്റ്റോപ്പ്. പക്ഷേ പകരം ഈ സ്റ്റോപ്പ് എത്തുന്നതിന് കുറേ മുമ്പായിട്ട് അതിൻ്റെ സ്റ്റോപ്പിൽ അത് നിർത്തും. അതുകൊണ്ട് മറ്റ് ബസ്സുകളിൽ പോയാൽ നിങ്ങൾക്ക് എവിടെ പോകാൻ കഴിയില്ല? കോവളം ബീച്ച് ബസ് പുറപ്പെടുന്ന സ്റ്റോപ്പിൽ പോകുവാൻ കഴിയില്ല. ഹൗ ഫാർ ഈസ് കോവലം ബീച്ച് ഫ്രം കോവലം ജംഗ്ഷൻ? കോവളം ജംഗ്ഷനിൽ നിന്ന് എത്ര ദൂരമുണ്ട് കോവളം ബീച്ച്? ബി അപ്രോക്സിമേറ്റ്ലി 2 കിലോമീറ്റർ. യു ക്യാൻ ക്യാച്ച് ഓട്ടോറിക്ഷ ഫ്രം ദെയർ ടു ദി ബീച്ച്. ഏകദേശം 2 കിലോമീറ്റർ. അവിടെ നിന്നും നിങ്ങൾക്ക് ബീച്ചിലേക്ക് ഓട്ടോറിക്ഷ പിടിക്കാവുന്നതാണ്. If we alight at East Fort, can we catch a bus to കോവലം ബീച്ച് soon? ഞങ്ങൾ കിഴക്കേ കോട്ടയിൽ ഇറങ്ങുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ കോവളം ബീച്ചിലേക്കുള്ള ഒരു ബസ് ഞങ്ങൾക്ക് ലഭിക്കുമോ? ബി സർട്ടൻലി, തീർച്ചയായും. there are plenty of buses available from there. തീർച്ചയായും ഉണ്ട് plenty of buses, അനേകം ബസ്സുകൾ അവൈലബിൾ, ലഭിക്കുന്നതാണ്. ഫ്രം there, അവിടെ നിന്നും നിങ്ങൾക്ക് അനേകം ബസ്സുകൾ തീർച്ചയായും ലഭിക്കുന്നതാണ്. where we have to alight from bus in order to go to കോവലം ബീച്ച്. കോവളം ബീച്ചിലേക്ക് പോകുവാൻ എവിടെയാണ് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടത്? ബി യു നീഡ് ടു alight from bus at കോവലം ബീച്ച് സ്റ്റോപ്പ് വിച്ച് ഈസ് ദ ഫൈനൽ സ്റ്റോപ്പ് ഓഫ് ദി ബസ്. നിങ്ങൾക്ക് കോവളം ബീച്ചിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടത് കോവളം ബീച്ച് സ്റ്റോപ്പിലാണ്, ബീച്ചിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. വിച്ച് ഈസ് ദ ഫൈനൽ സ്റ്റോപ്പ് ഓഫ് ദ ബസ്, അത് ആ ബസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പാണ്. ഹൗ ഫാർ ഈസ് ദ ബീച്ച് ഫ്രം ദ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പിൽ നിന്നും ബീച്ചിന് എത്ര ദൂരമുണ്ടാവും? ബി ഇറ്റ് ഈസ് വെരി നിയർ. ദ പ്രോക്സിമിറ്റി മേക്സ് ഇറ്റ് ഈസിലി ആക്സസിബിൾ. ഇറ്റ് ഈസ് വെരി നിയർ, അത് വളരെ അടുത്താണ്. ദ പ്രോക്സിമിറ്റി, സാമീപ്യം, മേക്സ് ഇറ്റ് ഈസിലി ആക്സസിബിൾ, ആ ബീച്ചിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാവുന്നതാണ്, അല്ലെങ്കിൽ സമീപിക്കാവുന്നതാണ്. ഈസ് ദർ എനി ബ്യൂട്ടിഫുൾ സൈറ്റ് സീയിങ് ഓർ എനിത്തിങ് എൽസ് ദെയർ? അവിടെ ഏതെങ്കിലും മനോഹരമായ സൈറ്റ് സീയിങ് കാഴ്ചകളും ഓർ എനിത്തിങ് എൽസ് ദെയർ, അതുപോലുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ? ബി യെസ്, കോവലം ഈസ് നോൺ ഫോർ ഇറ്റ്സ് സീനിക് ബ്യൂട്ടി ആൻഡ് ഓഫേഴ്സ് അട്രാക്ഷൻസ് ലൈക്ക് ലൈറ്റ് ഹൗസ് ബീച്ച് ഓർ ഈവ് ബീച്ച്, സീ റോക്ക് ബീച്ച്, ബ്യൂട്ടിഫുൾ ക്ലിഫ്സ്, ഗ്രോവ് ബീച്ച്, ലൈറ്റ് ഹൗസ് ആൻഡ് മെനി മോർ. യു ക്യാൻ വാച്ച് ദ സൺസെറ്റ് വെരി ക്ലിയർലി ഫ്രം എനി ഓഫ് ദീസ് ബീച്ചസ്. അതെ, കോവളം അതിൻ്റെ പ്രകൃതി ഭംഗിക്ക് വളരെ പ്രശസ്തമാണ്. അതുകൂടാതെ അത് പലവിധ ആകർഷകങ്ങളും നിങ്ങൾക്ക് നൽകുന്നു. ഏതുപോലെയുള്ളതെന്നാൽ ലൈറ്റ് ഹൗസ് ബീച്ച് അല്ലെങ്കിൽ ഹൗവ ബീച്ച്. ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ മറ്റൊരു പേരാണ് ഹൗവ ബീച്ച്. അതിനെ ഈവ് ബീച്ച് എന്നും വിളിക്കുന്നു. ഹൗവ ബീച്ചിന് മറ്റൊരു പേരാണ് ഈവ് ബീച്ച്. സീ റോക്ക് ബീച്ച്, ബ്യൂട്ടിഫുൾ ക്ലിപ്സ്, അതായത് മനോഹരമായ പാറക്കെട്ടുകൾ, ഗ്രോവ് ബീച്ച്, ലൈറ്റ് ഹൗസ്, അതുപോലുള്ള മറ്റ് പലതും. ഇതുകൂടാതെ നിങ്ങൾക്ക് സൂര്യാസ്തമയം അവിടുത്തെ ഏതൊരു ബീച്ചിൽ നിന്നും വളരെ വ്യക്തമായി കാണാവുന്നതുമാണ്.
എ വിൽ വി ഗെറ്റ് എ റൂം ഫോർ എ ചീപ്പ് റേറ്റ് ദർ. വിൽ വി ഗെറ്റ് എ റൂം, ഞങ്ങൾക്കൊരു റൂം ലഭിക്കുമോ? ഫോർ എ ചീപ്പ് റേറ്റ് ദർ, വില കുറഞ്ഞ നിരക്കിൽ അവിടെ, അതായത് കുറഞ്ഞ നിരക്കിലുള്ളൊരു റൂം ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുമോ? ബി ദ റേറ്റ് വിൽ ബി മോർ ഹയർ ഡ്യൂറിങ് ദ പീക്ക് സീസൺ ആൻഡ് ഇറ്റ് വിൽ ബി ചീപ്പർ ഇൻ അതർ സീസൺസ്. ദ റേറ്റ് വിൽ ബി മോർ ഹയർ, റേറ്റ് കൂടുതലായിരിക്കും ഡ്യൂറിങ് ദി പീക്ക് സീസൺ, ടൂറിസ്റ്റുകൾ ഒത്തിരിയുള്ള സമയത്തെയാണ് അവിടെ പീക്ക് സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ചീപ്പർ ഇൻ അതർ സീസൺസ്, അതല്ലാത്ത സമയങ്ങളിൽ റൂമിൻ്റെ റേറ്റ് വളരെ കുറവുമാണ്. എ ഈസ് ഇറ്റ് കറൻ്റ്ലി പീക്ക് സീസൺ, ഇപ്പോൾ അവിടെ പീക്ക് സീസണാണോ? അപ്പോൾ ബി പറയുന്നു ഡിസംബർ ആൻഡ് ജനുവരി ആർ ദ പീക്ക് സീസൺ മന്ത്സ് ദെയർ. അവിടെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന മാസങ്ങളെയാണ് പീക്ക് സീസൺ എന്ന് അവിടെ വിളിക്കുന്നത്. അത് ഡിസംബറും ജനുവരിയുമാണ്. ഡിസംബർ ആൻഡ് ജനുവരി ആർ ദ പീക്ക് സീസൺ മന്ത്സ് ദെയർ. അവിടുത്തെ ഏറ്റവും പീക്ക് സീസണായിട്ടുള്ള മാസങ്ങളാണ് ഡിസംബറും ജനുവരിയും. അപ്പോൾ എ ചോദിക്കുന്നു വിൽ അവൈൽ ഇന്ത്യൻ ഫുഡ് ദെയർ, അവിടെ നിന്ന് ഇന്ത്യൻ ഭക്ഷണം ഞങ്ങൾക്ക് ലഭിക്കുമോ? ബി സർട്ടൻലി ദെയർ ആർ റെസ്റ്റോറൻറ്റ്സ് ഫോർ ഇന്ത്യൻസ് ടു. അവിടെ ഇന്ത്യക്കാർക്കും അവിടെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. തീർച്ചയായും അവിടെ റെസ്റ്റോറൻറ്റുകൾ ഇന്ത്യക്കാർക്ക് ഉണ്ട്. എ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ സജഷൻസ് ആൻഡ് കോഓപ്പറേഷൻ. അപ്പോൾ എ പറയുന്നു താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ സജഷൻസ്, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും ആൻഡ് കോഓപ്പറേഷൻ, സഹകരണത്തിനും നന്ദി. ബി മോസ്റ്റ് വെൽക്കം, വളരെയധികം വെൽക്കം. സീ യു എഗെയിൻ, വീണ്ടും കാണാം.